ഗൈസ് ബത്തേരി ടൗണിന്റെ അപ്പുറം ഇപ്പുറം നിങ്ങൾ കോൺവെർസേഷൻ. അമ്മണി എവിടെ? കൃഷ്ണയോ? ഞങ്ങൾ അങ്ങോട്ട് വരാം, ഞങ്ങൾ അങ്ങോട്ട് വരാം. അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് നിക്കായിരുന്നു, ഇപ്പുറത്ത് നിന്നിട്ട് ഞങ്ങള് പേടിച്ചു പോയി. പേടിച്ചു ഞാൻ അങ്ങോട്ട് അപ്പുറത്തുള്ള മച്ചാന് ഇപ്പുറത്തേക്ക് വിളിച്ചു. ഇതിപ്പോ 2ാമത്തെ ദിവസമാട്ടോ ഞങ്ങള് സിനിമയ്ക്ക് പോവാണ്. നമ്മുടെ ഒഫീഷ്യൽ ട്രെയിലർ അല്ല, ഓഫീസ് ഓൺ ദി ഡ്യൂട്ടി, ഓഫീസർ ഓൺ ദി ഡ്യൂട്ടി സിനിമയ്ക്ക് പോവാണ്. ഇത് ഞങ്ങളുടെ കൂടെ ഉള്ളതാന്നൊക്കെ പറയുന്നുണ്ട്, മൂക്കിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്ക് മൂക്കിൽ കേട്ടൊക്കെ തിന്നും. കടിച്ചില്ല നേരത്തെ, കടിച്ചു എന്തടി ഇല്ലാണ്ടാ. ഗൈസ് നമുക്ക് സിനിമയ്ക്ക് പോവാം. ഞങ്ങൾ വെറുതെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതാ. ഒരാവശ്യമല്ല, വെറുതെ കാണാൻ. എല്ലാം കറക്റ്റ് പ്രോപ്പറിലാണ് ഒരു വെച്ചിരിക്കണേന്ന് അറിയണം ഞങ്ങൾക്ക്. ഗൈസ് പാല് വന്ന കൈക്ക് കൊത്തണവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും മാത്രമേ ട്രൂ ഫ്രണ്ട്സ്. ബാക്കി എല്ലാം ഫേക്ക്. കാണിച്ചാൽ ഗൈസ് എക്സ്കലേറ്റർ എന്ന് ഇറങ്ങട്ടെ. പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രേഷ്മ ആദ്യം ഞങ്ങളുടെ ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ തെറ്റി അവള് നന്ദുവിൻ്റെ ഗ്രൂപ്പിൽ പോയി. അപ്പം ആ സമയത്ത് അവർ ഒറ്റപ്പെടുത്തിയതിനെ തുടർന്ന് ഒറ്റപ്പെടുത്തിയതിനെ തുടർന്ന് ഞങ്ങള് എന്ത് ചെയ്തു, എടുത്തു. ഇപ്പൊ ഗൈസ് ഇവിടെ നടക്കുന്നുണ്ട് ചതിയുടെ വിളയാട്ടം. രണ്ട് വള്ളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളിത് മനസ്സിലാക്കണം. ഭയങ്കര ഒരു പാലെന്ന് കൈക്ക് കൊത്താന്ന് പറയുന്നത് ഇതാ. നിങ്ങൾ രണ്ടുപേരും എന്ത് പറഞ്ഞാലും നന്ദു എന്താ ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കണം ഈ ഞങ്ങളുടെ വിഷമം. ഇപ്പൊ ഞങ്ങൾ പോണത് സിനിമ കാണാനാ, ആ വിഷമം തീർക്കാൻ മേലേക്ക്. അല്ല ഇവിടെയാണോ തിയേറ്റർ? മുടി വെട്ടി വലിയ അഹങ്കാരം കാണിക്കില്ല. മുടി വെട്ടിയാണ് കണ്ടാലും മതി. ഈ തിയേറ്ററിൽ ഇവിടെയാണ് ഞാൻ തലയിറങ്ങി വീഴുന്നത്. ഓഫീസറിനെ വിളിക്കുന്നതാ. ഞങ്ങളുണ്ട് ആളെ വിളിച്ച് കയറ്റണം. ഇവിടുന്ന് റീലെടുത്താലോ? എന്റെ ഗായസിന്റെ മുടി വെട്ടുന്ന 10 ഷോയാണ് ഇവിടെ കാണുന്നത്. എത്രയാണ് നോക്കാം, അറിയില്ല അവളെടുത്ത്. ഗായസ് നമ്മള് സിനിമ കാണാൻ പോകുന്ന ഞാൻ പറയട്ടെ. ഓക്കെ, ഇപ്പൊ നമുക്കൊരു നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിലാണ് തീരുമാനം എടുക്കാൻ പോകുന്നത്. സത്യമായിരിക്കണം. പിന്നെ അത് മാറിക്കഴിഞ്ഞാൽ ചതി കാണിച്ച രേഷ്മ ഞങ്ങൾ ഉറപ്പ് യൂട്യൂബിൽ എന്ത് ഗൈസ് നമ്മളെ പറ്റിച്ചു. എന്താ തീരുമാനം? ഓഫീസർ ഡ്യൂട്ടിയാണ് സത്യം. ഞങ്ങളുടെ തീരുമാനം വെച്ചാൽ ഒന്നിനും ഇവള് ഞങ്ങളുടെ രണ്ടാളുടെ ടീമിൽ നിൽക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെടുക്കും. ഇതിൽ ഇന്നൊരു ഫൈനൽ ഡിസിഷൻ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ ഉണ്ടാപ്പി എന്നെ കളിയാക്കുമ്പോഴൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ? ഇല്ല, അവള് കളിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പൊ ഇന്നിട്ട് നമ്മളാണ് ടീം. ആ പടി കയറിക്കൊണ്ടിരുന്ന പാട് പറഞ്ഞു ഇന്നത്തെ അടുത്താണ്. അല്ലല്ല, അത് ഉണ്ടാപ്പി പറഞ്ഞത്. ഞാനിപ്പോ നിൽക്കുന്ന നന്ദുവിന്റെ വെള്ളത്തിൽ പറഞ്ഞു വരുന്നില്ല, അവിടെ വരണതാ നന്ദു. അപ്പൊ ഗൈസ് ഇപ്പൊ ഒരു തീരുമാനം എടുത്തു, ഞങ്ങൾ 3 ശരി. അപ്പൊ വീണ്ടും 3 റോസസ് ഒന്നിച്ച്
ഗൈസ് ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇവളിത് തെറ്റിച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന പണിഷ്മെന്റ് അവള് ചെയ്യും. ആ ശരി, ഇതിവിടെ തെറ്റിച്ച് ഞങ്ങളത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. അല്ല, ഇവിടെ പണിഷ്മെന്റ് നിനക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. അവളിങ്ങനെ സത്യം തെറ്റിച്ചു പറഞ്ഞിട്ട്. അപ്പൊ ഇവരെന്ത് പറയുന്നു അത് നീ ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ ഗൈസ്, എല്ലാവരും ഒരു നിമിഷം എടുത്തിട്ട് എന്റെ അക്കൗണ്ടിൽ പോയിട്ട് ഒന്ന് പറഞ്ഞേ. സിനിമ ഒക്കെ കണ്ട് കഥ ചോദിക്കണേ ഞങ്ങളോട്, അവരെങ്ങനെ മരിച്ചെന്ന്. കാന്താരിയിൽ കേൾക്കോ? നിങ്ങളൊക്കെ കാന്താരികളല്ലേ? ഗൈസ് ഇവരെ ഓട്ടോ കയറ്റിടാം. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഇപ്പോൾ വയനാട്ടിൽ വന്നിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ 1-ാം തീയതി രാവിലെ ഇവിടെ എത്തി. പിന്നെ ഇതിപ്പോൾ 3-ാം തീയതി എടുക്കുന്നത്. അപ്പം അമ്മേൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ഇനി സമയം ഒരു 8 മണി ആയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യും പിള്ളേരുടെ. ഞങ്ങളൊരു 1 മണി ഒക്കെ ആകുമ്പോഴേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ടായി. അപ്പം ഞാനും അമ്മയും അച്ഛനും കൂടി ഇങ്ങോട്ട് വന്നു. നമ്മുടെ പിള്ളേരൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ഒരു വ്ളോഗായിട്ടാണ് ഇടാൻ എനിക്ക് ഉറപ്പില്ല കേട്ടോ. ചിലപ്പോൾ ഇത് 2 വ്ളോഗായിട്ടായിരിക്കും മിക്കവാറും ഇടുന്നുണ്ടാവുക. അമ്മേൻ്റെ സ്റ്റുഡൻസാണ് ഗൈസ്. ചിലപ്പോൾ ഇത് 2 വ്ളോഗായിട്ടായിരിക്കും മിക്കതും ഇടുന്നുണ്ടാവുക. അമ്മേൻ്റെ ക്ലാസ് ഇവിടെ ബത്തേരി നമ്മുടെ പുതിയ കവിതാ ജ്വല്ലറി ഒക്കെ തുടങ്ങിയില്ല. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വാലുമൽ ജ്വല്ലറി ഉണ്ടായിട്ട് ഏറ്റവും മുകളിലായിട്ട് ക്ലാസ്. ബത്തേരി മാത്രമല്ല, നമ്മളെ പടിഞ്ഞാറത്തറയും മാനന്തവാടിയും ചീരാലും ഏതൊരു സ്ഥലത്തിലും വടുവഞ്ചാലും അവിടെ എത്തുന്ന ക്ലാസ്. അപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ കാണിച്ചത്. ഇന്നലെ റിഹേഴ്സലിലൊക്കെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പം അതൊക്കെ അറിയാം പ്രൈസ്. അങ്ങനെ നമുക്കെന്നാൽ ഞാൻ മേക്കപ്പിനൊക്കെ വരുന്നവരെയും കാണിച്ചു തരാം. ഇതാണ് ക്ലാസ് റൂം. എന്താ നമ്മളിനി ഇവിടെ ഈ മേശ ഇതിനി എവിടെയാണ് വെക്കണ്ടേ എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ആംഗിൾ എടുക്കട്ടെ. 6 മാസം കണ്ടതിന് ഞാൻ വേഗം എഡിറ്റ് ചെയ്തിടും. സമയം കിട്ടണ്ട എല്ലാം കൂടി ചെയ്യാലോ, അതും കൊണ്ടല്ലേ. ഇതിനൊക്കെ ചിരിച്ചിരിക്കണോക്ക്. ഇതാണ് ഭയങ്കര സീരിയസ് ആണല്ലോ ഗൈസ്. ഇവര് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയവരാരും ചിരിക്കൂല. വ്ളോഗർ മേക്കപ്പ് ചെയ്യാണ് ഇവര്. ഇത്രയും കാലം അമ്മയ്ക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നീയാണ് അമ്മേൻ്റെ ഒപ്പം പെർഫെക്റ്റ് ആയിട്ട് ഇടാന്ന്. അതൊന്നും തെറ്റിയിരിക്കുന്നു ഗൈസ്. അവർ 3 വേറെ വണ്ടിയിലാണ്, ഞങ്ങൾ 3 വേറെ വണ്ടിയിലാണ്. ഗൈസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒക്കെ വെച്ച് നടക്കുന്നു. മുല്ലപ്പൊക്കെ വെച്ച് നടക്കുന്നു ഗൈസ്. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. എവിടെ നിന്ന് കഴിക്കുന്നു? ബിസ്മി ഊട്ടുപുര കഴിക്കാം. പൂ കാണിക്കൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വണ്ടി കയറി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വയനാട്ടിലത്തെ വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി. ഞങ്ങൾക്ക് പുലർച്ചെ 4 മണിക്കായിരുന്നു ബസ്. പിന്നെ അതൊന്നും എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല, ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്.